ഉള്ളത് ഈ 2 വീട്. ആ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് സമ്മതിക്കാൻ വേറെ സ്ഥലമില്ല. റോഡ് വന്നാൽ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ എവിടേക്കാണ് പോവുക? അത്ര പോലെ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ റോഡ് വന്നാൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലമില്ല, ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ. തീരദേശ ഹൈവേ നിർമ്മാണത്തിനായി നിർണയിച്ച ഭൂമിയിൽ ആദ്യ സർവേക്ക് ശേഷം ഒരു വീട്ടുകാർക്ക് വേണ്ടി 4 കുടുംബങ്ങളുടെ വീടും പരിസരവും നഷ്ടപ്പെടുത്തും വിധം സർവേ നടത്തിയതിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഉണ്ണിയാൽ ആലിൻചുവട് പ്രദേശത്താണ് അധികാരവും ആൾബലവുമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കും വിധത്തിലുള്ള ഈ നടപടി. ജില്ലയിലെ ഏക മന്ത്രി വി അബ്ദുറഹ്മാനുമായി വളരെ അടുപ്പമുള്ള ഒരാളുടെ വീടും പുരയിടവും സംരക്ഷിക്കാനാണ് ഈ അനീതി എന്ന് ആരോപിച്ചാണ് വീട്ടുകാർ രംഗത്ത് വന്നത്. റോഡ് വികസനം നല്ല തന്നെയാണ്, പക്ഷേ 2 ഭാഗത്തുനിന്ന് ഒരേമാതിരി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു കൂട്ടർക്ക് മാത്രം നഷ്ടം വരുത്തിയിട്ട് എടുക്കുന്നത് ഇത് ശരിയുള്ള ന്യായമല്ല. ഉള്ളത് ഈ 2 വീട്. ആ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് സമ്മതിക്കാൻ വേറെ സ്ഥലമില്ല, വേറെയും സ്ഥലമില്ല. ഞങ്ങൾക്ക് ഇതന്നെയാണുള്ളത്. ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. കുട്ടികൾക്കാണെങ്കിൽ കടലിൽ തൊഴിലാളികളാണ്. കുട്ടികൾക്ക് ഇങ്ങനത്തെ പണിയാണ്. അതുകൊണ്ട് ചെറിയ വീടാണ്. ഞങ്ങളെ മുറ്റം വരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതുള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. 18 സെൻറ്റ് സ്ഥലം. ഈ റോഡ് വന്നാൽ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ എവിടേക്കാണ് പോവുക? അത്ര പോലെ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ റോഡ് വന്നാൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലമില്ല, ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ. 9 കുട്ടികളുണ്ട്. അതിലേക്കുള്ള പേരക്കുട്ടികളും മക്കളും കുട്ടികളൊക്കെയാണ്. ഈ റോഡ് വന്നാൽ ഞങ്ങളെ കുട്ടികളും മക്കളൊക്കെ എവിടേക്കാണ് പോവുക? ഞങ്ങൾക്ക് വേറെ ഒരു അതുമില്ല. ഇപ്പം ഇല്ല, ഉമ്മ ഇല്ല, പിന്നെ ഇപ്പം ഞങ്ങൾ എവിടേക്കാണ് പോവുക? ആർക്കും ഒരു ഗതിയില്ലാത്തതാണ്. ഇപ്പം ഞങ്ങളെന്താ ചെയ്യുക? റോഡ് ഇങ്ങനെ വരാണ്ടെങ്കിൽ? ഉണ്ണിയാപ്പന്റെ പുരക്കൽ കാസിമും സഹോദരൻ റഷീദും താമസിക്കുന്ന വീടും മത്സ്യത്തൊഴിലാളികളായ ഉണ്ണിയാപ്പന്റെ പുരക്കൽ സലീമും ഭാര്യ ഹസീനയും സഹോദരി ജമീലയും താമസിക്കുന്ന വീടും ചേക്കിന്റെ പുരക്കൽ പാത്തുമോളുടെ വീടും മകൻ ചേക്കിന്റെ പുരക്കൽ അലി അക്ബറും ഭാര്യ സജിലിക്കുമായി നിർമ്മാണം 3/4 ഭാഗവും പൂർത്തിയായ വീടും 4 കുടുംബത്തിന്റെയും പറമ്പുമാണ് തീരദേശ ഹൈവേ കാരണം നഷ്ടപ്പെടുമെന്ന ഭീതിയിലുള്ളത്. തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ 1ാം റീച്ചായ പടിഞ്ഞാറക്കര ഉണ്ണിയാൽ ഏരിയയിലെ അവസാന ഭാഗമായ ഉണ്ണിയാൽ ആലിൻചുവട് വളവിന് ശേഷമുള്ള സ്ഥലത്താണ് ഈ വിവേചനം. 2017 അലൈൻമെന്റ് പ്രകാരം മാത്രമേ പദ്ധതി നടപ്പാക്കുകയുള്ളൂ എന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലായി ഈ പ്രദേശത്ത് അധികൃതർ വന്ന് മാർക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. ഈ അടയാളങ്ങൾ അനുസരിച്ചാണ് റോഡ് നിർമ്മാണമെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെടുമല്ലോ എന്ന ഭീതിയിൽ കഴിയുകയാണിപ്പോൾ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളടക്കമുള്ള 4 കുടുംബങ്ങൾ. ഇവിടെ നേരത്തെ സ്ഥലമെടുപ്പിനായുള്ള അളവ് നടക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന സ്ഥലം അടയാളം ചെയ്തിരുന്നു. പിന്നീട് അതേ സ്ഥലത്ത് കൂടി ഉൾപ്പെടുത്തിയാണ് മന്ത്രി ബന്ധമുള്ളയാൾ വീട് വെച്ചതെന്നും ഇവരെ സംരക്ഷിക്കാനായാണ് പിന്നീട് റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് മാത്രം അളന്ന് തിട്ടപ്പെടുത്തിയതായും പ്രദേശവാസികൾ പറയുന്നത്. ഇത് മഞ്ഞ വരണ്ടിട്ടോ ഫസ്റ്റ് മാർക്കാണ്. 2017 അലൈൻമെൻറ്റ് പ്രകാരം ഇവിടെ ഈ നമ്മളെ മതിലിനോട് ഒരു മാർക്കും അവിടെ ആ ഷോപ്പിനോട് ചേർന്നിട്ടൊരു സ്റ്റോണും ഉണ്ട്. ഈ അലൈൻമെൻറ്റാണ് അന്ന് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളെ മന്ത്രി മീറ്റിങ്ങിൽ അറിയിച്ചത്. മാത്രമല്ല മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. 2017 അലൈൻമെൻറ്റ് പ്രകാരമാണ് 1ാം റീച്ചിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ശേഷം 1ാം റീച്ച് ഒരു ഭാഗം മാത്രം ഒരു പ്രത്യേക ഒരു വീട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം മാസത്തിൽ 2ഉം 3ഉം അലൈൻമെൻറ്റ് മാറ്റം വരുത്തിയിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മീറ്ററുകളോളം മാറ്റി കൊണ്ടുവരികയും കിഴക്ക് ഭാഗം സംരക്ഷിക്കപ്പെടേണ്ട വീട് മിനിസ്റ്റർ താല്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണറായ ഒരു വ്യക്തിയുടെ പെങ്ങളുടെ മകളെ ആണ് ഈ വീട്ടുകാരൻ കല്യാണം കഴിച്ചിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഒരു ഭാഗത്ത് റോഡ് അലൈൻമെൻറ്റ് മാറ്റുകയും മറുഭാഗത്ത് അലൈൻമെൻറ്റ് കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം കൂട്ടിയെടുക്കുകയും കിഴക്ക് ഭാഗം കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവസാനം ഒരു ഫൈനൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൺ ഇട്ടു. അത് എല്ലാ ഭാഗത്തും ഫൈനൽ അലൈൻമെൻറ്റ്, ഇതിൻ്റെ അപ്പുറം അലൈൻമെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോൺ പ്രകാരം അതും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കൊലായിലും മറ്റുള്ള ഭാഗങ്ങളും നഷ്ടപ്പെടും. ആ സ്റ്റോണും കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ഒരു 2 ആഴ്ച മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഇടയിൽ 2 ആഴ്ച മുമ്പ് വന്നിട്ട് വീണ്ടും 2 മീറ്റർ വീണ്ടും കിഴക്ക് പടിഞ്ഞാറോട്ട് വീണ്ടും 2 മീറ്റർ 2.5 മീറ്റർ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ വീട് 1, 2, 3 വീടുകൾ മൊത്തം ഒരു വീട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 3 വീട്
പിന്നെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ ഉള്ളത് തീരദേശ, ഞങ്ങളെല്ലാം പടിഞ്ഞാറ് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോഴും പലരും പിന്നെ ആ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ഉപജീവന മാർഗം നടത്തുന്നത്. ഞങ്ങൾക്കൊന്നും ഒരുപാട് സ്വത്തുക്കളോ മുതലുകളോ ഇല്ല. ഒരുപാട് കുട്ടികളും ഒരുപാട് പിന്നെ കഷ്ടപ്പാടിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടെ ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റ് ഭൂമിയാണുള്ളത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഈ വീട് ആദ്യം റോഡ് വരുമ്പോൾ ഞങ്ങൾ പഴയ അലൈൻമെൻറ്റ് പ്രകാരമാണെങ്കിൽ ഈ മതിൽ പോയാലും കുഴപ്പമില്ല, റോഡ് വരണം, വികസനം വരണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഈ മതിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 10 മീറ്ററോളം വീണ്ടും 10 മീറ്റർ വീണ്ടും പിന്നെ അങ്ങോട്ട് കയറ്റി പിടിക്കും. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പിടിക്കുമ്പോൾ നമ്മളെ വീട് പൂർണ്ണമായിട്ട് പോകും, അപ്പുറത്തെ വീട് പോകും. അത് കഴിഞ്ഞാൽ ഒരു വീടുണ്ട്, അവരെ ഏകദേശം കോലായി വരെ പോകും. എന്നാൽ പകരം പോകേണ്ട വീട് ഇതായിരുന്നു. ഈ വീട് സംരക്ഷിക്കപ്പെടുകയും ഈ വീടിൻ്റെ മതിൽ പോലും പോവാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അലൈൻമെൻറ്റ് നടത്തുന്നത്. ഇത് ഒരു മന്ത്രി, ഭരണഘടന പിന്നെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മന്ത്രി, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇത്. നഗ്നമായ പിന്നെ സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇത്. ഞങ്ങൾ പല പ്രാവശ്യം മിനിസ്റ്ററോട് പറഞ്ഞാണ്. മിനിസ്റ്റർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എഞ്ചിനീയർമാരെ വിട്ടിട്ട് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 വർഷമായി. ഇന്നേ വരെ ഒരാൾ വന്നിട്ട് ഞങ്ങളടുത്ത് വന്നിട്ട് ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്താതെ പകരം 2 മീറ്റർ ഓരോ മാസങ്ങൾ കൂടുമ്പോഴും കയറ്റി പിടിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ വീട് പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെടുകയും പകരം 3 വീട് അതിന് പകരം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ മിനിസ്റ്ററോട് പറഞ്ഞു, സൈക്കിൾ ട്രാക്കിൻ്റെ ആവശ്യമില്ല. ഇവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ ട്രാക്ക് ഉപയോഗിക്കുന്നത്? സൈക്കിൾ ആരോ ഉപയോഗിക്കുന്നത്? ഇവിടെ 1 കിലോമീറ്റർ ഒരാൾക്ക് സൈക്കിൾ ഉപയോഗിക്കാനുള്ള സൗകര്യമില്ല, സൈക്കിൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ആരപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുന്നത്? സൈക്കിളിന് പഞ്ചറായി കഴിഞ്ഞാൽ പഞ്ചർ അടക്കാനുള്ള സൗകര്യം എവിടെയും ഇല്ല. ഒരു സൈക്കിളിലെ കാറ്റ് പോയി കഴിഞ്ഞാൽ കാറ്റടിക്കാനുള്ള പമ്പ് പോലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കിട്ടാനില്ല. കാരണം എല്ലാവരും 2 വീലറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈക്കിൾ ട്രാക്കിൻ്റെ പേര് പറഞ്ഞിട്ട് 2.5 മീറ്റർ ഏകദേശം ഇപ്പം നിലവിൽ എടുക്കുന്ന അക്വയർ പ്രകാരമാണെങ്കിൽ 2.5 മീറ്റർ സ്ഥലം റോഡിന് സൈക്കിൾ ട്രാക്കിന് വേണ്ടി തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ പല വീടുകളും സംരക്ഷിക്കപ്പെടും. ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. അതും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയാമെന്നല്ലാണ്ട് ഒരു പരിഹാരവും ഇല്ല, ഒരു ചർച്ചയും ഇല്ല. ഏകപക്ഷീയമായിട്ട് ഉദ്യോഗസ്ഥന്മാർ വരിക, ഇഷ്ടം പോലെ ചെയ്യുക. ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു പറമ്പിൽ കയറരുത്, പറമ്പിൽ കയറിയിട്ട് നിങ്ങൾ വിത്തൗട്ട് പെർമിഷനിൽ വന്നിട്ട് നമ്മൾ പറമ്പിൽ കയറിയിട്ട് നിങ്ങൾ അളവ് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്ന് വെച്ചാൽ റോട്ടിലേക്ക് നിങ്ങൾ കയറരുത്, റോഡ് സർക്കാരിൻ്റെ, റോഡിലേക്ക് നിങ്ങൾ കാല് വെക്കാൻ പാടില്ല എന്ന് എന്നോട് തന്ന മറുപടിയാണ്. ഇസൈസ് ഗുണ്ടയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഗുണ്ടായിസാണ് ഉദ്യോഗസ്ഥന്മാരെ കാണിക്കുന്നത്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മിനിസ്റ്ററുടെ പേര് പറയുക, ഗുണ്ടായിസം കാണിക്കാൻ വേണ്ടി മിനിസ്റ്ററുടെ പേര് പറഞ്ഞിട്ടാണ് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം അമർഷമുണ്ട്, സങ്കടമുണ്ട്. മനസ്സിലായില്ലേ? ഒരു ജനിച്ചു വളർന്ന നാടാത്. ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ എവിടെ പോയിട്ട് ജീവിക്കുക? ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വളരെ സാധാരണക്കാരായിട്ട് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. വേറെ പോയിട്ട് 5 സെൻറ്റ് സ്ഥലം വാങ്ങുകയോ 10 സെൻറ്റ് സ്ഥലം വാങ്ങുകയോ ഒരു വീട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ചില പേര് ഗൾഫിൽ പോയവരുണ്ട്, അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഇന്ന് ഒരു 5 സെൻറ്റ് സ്ഥലം പോലും വാങ്ങാൻ കഴിയാത്തവരാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇവരൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. ജന്മനാൾ ഇവിടെ ജനിച്ചു വളർന്നവരല്ല, വന്ന് താമസിക്കുന്നവരാണ്. അവരെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ ഞങ്ങൾ ജനിച്ചു വളർന്ന് ഞങ്ങൾ ഇവിടെ നാട്ടിപ്പോയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിൽ ശക്തമായ അമർഷമുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും, അതിലൊരു സംശയം വേണ്ട. വികസനങ്ങൾക്ക് തങ്ങൾ എതിരില്ലെന്നും പാവങ്ങളുടെ മാത്രം ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുത്തും വിധം പക്ഷപാതം കാണിച്ചിട്ടുണ്ടാകുന്ന അനീതിക്കെതിരെയാണ് ശബ്ദിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ഇരുവശത്തു നിന്നും ഒരുപോലെയല്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും ഇത്തരത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി തങ്ങൾ മുന്നോട്ടിറങ്ങുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 99 താനൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.